വഴക്ക് കൂടുക എന്ന് പറയുന്ന അത്ര സുഖകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല അല്ലേ. നമുക്കിങ്ങനെ ഒരാളോട് വഴക്ക് കൂടുമ്പം നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വഴക്ക് കൂടുന്ന ആൾക്കും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും ഒക്കെ അതൊരു പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ കുറച്ച് നേരം മിണ്ടാതിരിക്കണം, കുറച്ച് നേരം മുഖം വീർപ്പിച്ചിരിക്കണം, ഇൻഡിഫറൻ്റായി പെരുമാറണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ബാധ്യത ആ വഴക്കുകൾക്കിടയിൽ ഉണ്ടാകും. പക്ഷേ എന്നാലും എല്ലാ വഴക്കുകളും ചിലപ്പോൾ ഇഷ്ടക്കേടുകൾ കൊണ്ടുള്ള വഴക്കുകളല്ല കേട്ടോ. ചില വഴക്കുകളെങ്കിലും ഇഷ്ടക്കൂടുതൽ കൊണ്ടുള്ള വഴക്കുകൾ കൂടിയാവാം. നമ്മുടെ ലൈഫിൽ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ. ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. വളരെ സില്ലി ആയിട്ടുള്ള കാര്യത്തിന് പോലും നമ്മുടെ അടുത്ത് ഇടികൂടാൻ വരുന്ന ചില ആൾക്കാരുണ്ടാവും. ചില സമയത്ത് നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ്, എന്തൊരു സ്വഭാവമാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ കൂടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ ലൈഫ് കുറച്ച് ബോറിങ് ആകുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുന്നുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പറയാണ്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു വഴക്കുകളും പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിനെ ചില സമയത്തെങ്കിലും കുറച്ചുകൂടി കളർഫുൾ ആക്കുമെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം ഇതൊന്നുമില്ലാതെ വളരെ ശാന്തമായി പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ത്രില്ലില്ല. അപ്പോൾ കുട്ടി കുട്ടി വഴക്കുകളൊക്കെ എന്താ പറയുക, അതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു രസമായിട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്. ബിക്കോസ് എല്ലാ വഴക്കുകളും ഇഷ്ടക്കേടുകൾ കൊണ്ടല്ല, ചിലപ്പോൾ ഇഷ്ടക്കൂടുതൽ കൊണ്ട് കൂടിയാവാം.